ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസിങ്ങിന് ശേഷമുള്ള അമേരിക്കൻ മാർക്കറ്റിൽ വമ്പിച്ച തകർച്ചയാണ് ഉണ്ടായത്. US റെസിപ്രോക്കൽ താരിഫ് അനൗൺസ്മെൻറ്റിൻ്റെ പ്രത്യാഘാതം അമേരിക്കൻ ഇൻഡെക്സുകളിൽ അത് നന്നായിട്ട് പ്രതിഫലിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് 3.98% ഡൗൺ ആയിരുന്നു. നാസ്ഡാക്ക് കോമ്പോസിറ്റ് 5.97% ഡൗൺ ആയിരുന്നു. S&P 500 4.84% ഡൗൺ ആയിരുന്നു. അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസും വല്ലാതെ താഴത്തേക്ക് വന്നതായിട്ട് കാണാം. WTI ക്രൂഡ് 65ഉം ബ്രണ്ട് ക്രൂഡ് 68ഉം ആയിട്ട് താഴത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് 2.7% ഒരു ഡൗൺ ആണ് ക്രൂഡ് ഓയിൽ നമ്മൾ കാണുന്നത്. അതുപോലെ അമേരിക്കയുടെ ഡോളറിൻ്റെ ഒരു സ്ട്രെങ്ത് കാണിക്കുന്ന ഡോളർ ഇൻഡെക്സും താഴത്തേക്ക് വന്നതായിട്ട് കാണാം. ഏപ്രിൽ 1-ാം തീയതി 104 എന്ന ലെവലുണ്ടായിരുന്ന ഡോളർ ഇൻഡെക്സ് ഇപ്പോൾ നമ്മൾ കാണുന്നത് 102 എന്ന ലെവലിലാണ്. അപ്പോൾ അമേരിക്കൻ ഡോളർ കൂടുതൽ ദുർബലമാകുന്ന ഒരു അവസ്ഥ കൂടി നമ്മൾ കാണാൻ കഴിയും. അപ്പം മൊത്തത്തിൽ അമേരിക്കയെ പ്രതികൂലമായി ബാധിക്കുന്ന ഡാറ്റകളാണ് ഗ്ലോബൽ മാർക്കറ്റ് സിനാരിയോയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഈ താരിഫ് നയത്തിൻ്റെ ഒരു പ്രത്യാഘാതമാണ്. അപ്പോൾ പുതിയ താരിഫ് നയം അത് സ്വാഭാവികമായിട്ടും അമേരിക്കയിലെ ഇൻഫ്ലേഷൻ വർദ്ധിപ്പിക്കും. കാരണം ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആഭ്യന്തര മാർക്കറ്റിൽ അതിൻ്റെ വില വർദ്ധിക്കും. അപ്പോൾ അമേരിക്കയുടെ കൺസംഷൻ്റെ ഏകദേശം 10% ഇറക്കുമതി ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് 25% താരിഫ് റേറ്റ് ഉയർത്തുമ്പോൾ അത് അമേരിക്കൻ CPI ഇൻഫ്ലേഷൻ അത് 4% ആകുമെന്നാണ് JP മോർഗൻ പോലെയുള്ള റിസർച്ച് ഫേമുകൾ പറയുന്നത്. അപ്പോൾ നിലവിലുള്ള അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഏകദേശം 2% എന്ന റേഞ്ചിലാണ് നിൽക്കുന്നത്. അത് 4% ആകുമ്പോൾ ഇൻഫ്ലേഷൻ നിലവിൽ ഉള്ളതിനേക്കാൾ ഡബിൾ ആകുമെന്നർത്ഥം. അപ്പോൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നോണം ഫെഡറൽ റിസർവ് വലിയ പ്രതിസന്ധിയിലാവുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാൻ ആലോചിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അത് പോകും. അത് വലിയൊരു പ്രതിസന്ധിയായിരിക്കും എക്കണോമിയിൽ സൃഷ്ടിക്കുക. കാരണം ഓവറോൾ എക്കണോമി സ്ലോ ഡൗൺ ആകാൻ അത് കാരണമാകും. കൂടാതെ ഗ്ലോബലി നോക്കുമ്പോൾ അമേരിക്ക ഏർപ്പെടുത്തിയുള്ള ഈ ഹൈ റെസിപ്രോക്കൽ താരിഫിനെ ചെറുത്തു തോൽപ്പിക്കാൻ പല രാജ്യങ്ങളും ശ്രമിക്കും. അത് ചിലപ്പോൾ ഒറ്റക്ക് നിന്നുകൊണ്ടുള്ള ശ്രമമാകാം, അതല്ലെങ്കിൽ യോജിച്ച് നിന്നുകൊണ്ടും ഈ US താരിഫിനെ എതിർക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരമൊരു നീക്കം മറ്റ് രാജ്യങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയൊരു ട്രേഡ് വാറിലേക്ക് നയിക്കുകയും അത് അമേരിക്കൻ എക്കണോമിയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. കാരണം അന്താരാഷ്ട്ര മാർക്കറ്റിനെ ആശ്രയിച്ച് നിൽക്കുന്ന അമേരിക്കയിലെ ബിസിനസ്സുകൾ, പ്രത്യേകിച്ച് അമേരിക്കയിലെ ഫാമേഴ്സ്, അവിടുത്തെ മാനുഫാക്ചറേഴ്സ്, അവരൊക്കെ അവരുടെ പ്രൊഡക്റ്റൊക്കെ അത് ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു എക്കണോമിക് സ്ലോ ഡൗൺ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും GDP ഗ്രോത്ത് കുറയും. അത് അമേരിക്ക റിസഷനിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാക്കുമെന്നാണ് ഗോൾഡ്മാൻ സാക്സ്, JP മോർഗൻ പോലെയുള്ള പല ബ്രോക്കറേജ് റിസർച്ച് ഫേമുകളും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. എന്നാൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇത്തരം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടായിരിക്കും US അഡ്മിനിസ്ട്രേഷൻ ഈ നയവുമായിട്ട് മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ ട്രംപിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിനിൽ തന്നെ അദ്ദേഹത്തിന് വലിയ പിന്തുണ ജനങ്ങൾ കൊടുത്തത് ഇത്തരം വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അമേരിക്കൻ ജനത അങ്ങനെ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ ഒരു രാജ്യം തങ്ങളുടെ സ്വന്തം എക്കണോമി ഇങ്ങനെ ബോധപൂർവ്വം താർക്കുമോ? സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് സമാനമായ ഒരു കാര്യം ഇന്ത്യയിൽ നടന്നിരുന്നു. അത് ഡിമോണിറ്റൈസേഷൻ കാലഘട്ടത്തിലായിരുന്നു. അന്ന് 2016 നവംബറിൽ മാർക്കറ്റിൽ വലിയ ക്രാഷ് ഉണ്ടായിരുന്നു. നിഫ്റ്റി ഏകദേശം 540 പോയിന്റ് താഴത്തേക്ക് വന്നിട്ട് 6% ഒരു ഫോള് നിഫ്റ്റിയിലുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഉണ്ടാകും എന്ന് കരുതിയിട്ട് ഭരണാധികാരികൾ ഒരിക്കലും അവരുടെ നയവുമായിട്ട് മുന്നോട്ട് പോകുന്നത് നിർത്തിവെക്കില്ല. അപ്പോൾ അവരത്തരം ഒരു റിസ്ക് എടുക്കുന്നതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഷോർട്ട് ടേം ഗോളുകളും കൃത്യമായിട്ടുള്ള ലോങ് ടേം ഗോളുകളും ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം, ഡിമോണിറ്റൈസേഷൻ്റെ സമയത്ത് ഇന്ത്യ ഉദ്ദേശിച്ചത് കള്ളപ്പണത്തെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതെത്രമാത്രം വിജയിച്ചോ വിജയിച്ചില്ല എന്നത് വേറൊരു വിഷയമാണ്. പക്ഷേ നിലവിൽ അമേരിക്കയിൽ മാർക്കറ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ റെസിപ്രോക്കൽ താരിഫ് അമേരിക്കയെ സംബന്ധിച്ചുള്ള ഷോർട്ട് ടേമിൽ അവർക്ക് ബില്യൺ കണക്കിന് ഡോളേഴ്സ് സമ്പാദിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒന്നാമത്തെ ഷോർട്ട് ടേം ഗോൾ. കാരണം അമേരിക്കയിലുള്ള എല്ലാ ഇമ്പോർട്ടിനും 25% ആവറേജ് താരിഫ് ഏർപ്പെടുന്നുണ്ട്. അമേരിക്കയിലേക്ക് വരുന്ന മൊത്തം ഇമ്പോർട്ടിൻ്റെ ഒരു നെറ്റ് വർത്ത് എന്ന് പറയുന്നത് ഏകദേശം $3.3 ട്രില്യൺ അപ്പോൾ ഇത്തരത്തിൽ 25% താരിഫ് ഏർപ്പെടുത്തുമ്പോൾ ഏകദേശം $660 ബില്യൺ ടാക്സിൽ ഇൻക്രീസ് ആയിട്ട് കിട്ടുന്നത്. അത് ഏകദേശം US-ൻ്റെ GDP-യുടെ 2.2% എന്ന ലെവലിലേക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ടാക്സ് വർധനവ് അത് മോഡേൺ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ടാക്സ് വർധനമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഷോർട്ട് ടേം ഗെയിൻ കൂടാതെ ചില ലോങ് ടേം ഗെയിനുകളും ഇത്തരം ഒരു താരിഫ് നയത്തിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോൾ ലോങ് ടേമിൽ അമേരിക്കയിലെ മാനുഫാക്ചറിങ് സെഗ്മെൻറ്റ് ഇമ്പ്രൂവ് ആകുമെന്നാണ് ഇതിൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഉദാഹരണത്തിന് ഇപ്പോൾ ആപ്പിൾ ഐഫോൺ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു ബ്രാൻഡാണ്. പക്ഷേ അവരുടെ
നിർമ്മാണം നടക്കുന്നത് ചൈനയിലാണ്. കാരണം ചൈനയിൽ ചെറിയ മാനുഫാക്ചറിങ് കോസ്റ്റ് കൊണ്ട് അത് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് വലിയൊരു പ്രോഫിറ്റബിലിറ്റി ആ കമ്പനിക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ ഇപ്പോഴത്തെ താരിഫിൻ്റെ അടിസ്ഥാനത്തിൽ ചൈനയിൽ നിന്ന് ഫിനിഷ് ചെയ്ത ആ പ്രൊഡക്റ്റ് അമേരിക്കയിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ വില അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അതേ കോസ്റ്റിൻ്റെ ഒപ്പം എത്തുകയും അങ്ങനെ ആകുമ്പോൾ ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു ഗതിയിലേക്ക് ആ കമ്പനി വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അമേരിക്കയിൽ തന്നെ ഈ ആപ്പിൾ ഐഫോണുകൾ നിർമ്മിക്കാൻ ആ കമ്പനി നിർബന്ധിതമാവും. അപ്പോൾ ഇത് ആപ്പിൾ ഐഫോണിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലെ പല പ്രൊഡക്റ്റുകളും ഇതേപോലെ തന്നെ ഈ താരിഫ് കാരണം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അമേരിക്കയിൽ തന്നെ പ്ലാന്റുകൾ സ്ഥാപിച്ചുകൊണ്ട് അമേരിക്കയിൽ തന്നെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ഉൽപ്പാദനം നടത്തുകയാണെങ്കിൽ അതായിരിക്കും ചിലപ്പോൾ ആ കമ്പനികൾക്ക് കൂടുതൽ ലാഭകരമാവുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിലെ ജ്വല്ലറി അല്ലെങ്കിൽ ഡയമണ്ട് അത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ സംബന്ധിച്ചിടത്തോളം അവർ അമേരിക്കയിലൊരു ഫെസിലിറ്റി ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നതായിരിക്കും ചിലപ്പോൾ അവർക്ക് ലാഭകരമാവുക. കാരണം ഗോൾഡിൻ്റെ ബാറുകൾക്ക് ഈ താരിഫ് ബാധകമല്ല, എന്നാൽ ജ്വല്ലറികൾക്ക് അത് ബാധകമാണ്. അപ്പോൾ അവിടെ പ്ലാന്റ് സ്ഥാപിച്ചുകൊണ്ട് ഈ ബാറുകൾ ഇറക്കുമതി ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുക എന്ന ഒരു നിലയിലേക്ക് ആ കമ്പനികൾ പോകേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അമേരിക്കയിൽ ജോബ് ഓപ്പർച്യൂണിറ്റി വർദ്ധിക്കും, അവരുടെ മാനുഫാക്ചറിങ് സെഗ്മെൻറ്റ് ഇമ്പ്രൂവ് ആകും എന്നാണ് കണക്കൂട്ടപ്പെടുന്നത്. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യമുള്ളത്, മറ്റ് രാജ്യങ്ങൾ യോജിച്ചുകൊണ്ട് ഈ അമേരിക്കൻ താരിഫിനെ റിറ്റാലിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കൻക്ക് മറ്റ് മാർക്കറ്റുകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. എന്നാൽ അതിനെ അമേരിക്ക ടാക്കിൾ ചെയ്യാൻ പോകുന്നത് അവരുടേതായ പ്രഷർ ടാക്ടിക്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. ഉദാഹരണത്തിന് നമുക്കറിയാം ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഈ രാജ്യങ്ങളൊക്കെ യോജിച്ച് നിന്നുകൊണ്ട് അമേരിക്കക്കെതിരെ ഒരു നയം സ്വീകരിക്കുമെന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിവിഷൻ ഉണ്ടാക്കാൻ അമേരിക്കക്ക് കഴിയും. അപ്പോൾ അതാണ് അവർക്ക് ഇത്തരത്തിലുള്ളൊരു കോൺഫിഡൻസ് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രവചിക്കുന്നത് പോലെ ഒരു റിസഷൻ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് അമേരിക്കയെ ഗ്രേറ്റ് അഗെയിൻ ആക്കി മാറ്റുന്ന ഒരു പ്രഖ്യാപിത ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. അത് അച്ചീവ് ചെയ്യുമോ ഇല്ലേ എന്നുള്ളത് ചരിത്രം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ അമേരിക്ക വിപണിയിലുണ്ടായിട്ടുള്ള ഈ ഒരു ആശങ്ക ഗ്ലോബൽ വിപണിയിലേക്ക് പകരുകയും ഇന്ന് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ അതിൻ്റെ വലിയൊരു പ്രത്യാഘാതം കാണുകയും ചെയ്തു. അപ്പോൾ 23,000 എന്നുള്ള ഒരു സൈക്കോളജി ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിഫ്റ്റി താഴത്തേക്ക് പോയിട്ട് കാണാം. 22,904 ഇന്ന് ക്ലോസ് ചെയ്തത്. നമുക്കൊരു 22,750 അല്ലെങ്കിൽ 22,800 എന്നുള്ള ആ ഒരു ലെവല് ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ അവിടെ തട്ടിക്കൊണ്ട് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയാണ് പൊതുവെ അനലിസ്റ്റുകളെല്ലാം പ്രതീക്ഷിക്കുന്നത്. അത്തരം ഒരു റീബൗണ്ട് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് അപകടകരമായ ഒരു അവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വളറ്റിലിറ്റി പ്രതീക്ഷിക്കേണ്ടി വരും. ഇപ്പോൾ തീർച്ചയായിട്ടും പുതിയ ഫ്രഷ് പൊസിഷൻ എടുക്കുന്നതിൽ നമ്മൾ കുറച്ചുകൂടി കോഷ്യസ് ആകണമെന്നാണ് പറയാനുള്ളത്. എന്നാൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. അതൊന്ന് ഇന്ത്യൻ റുപ്പിയുടെ സ്ട്രെങ്ത് വർദ്ധിച്ചു വരികയാണ്. നമ്മളിപ്പോൾ കാണുന്നത് 85 എന്നുള്ള ലെവലിലേക്ക് ഇന്ത്യൻ റുപ്പി വരികയാണ്. കൂടാതെ മാർക്കറ്റ് മൂഡിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സും സൂചിപ്പിക്കുന്ന ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇപ്പോഴും ഫിയർ മോഡിലേക്ക് ഇന്ത്യൻ മാർക്കറ്റ് പോയിട്ടില്ല, ഗ്രീഡി സോണിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അവിടെ HDFC ബാങ്ക്, ICICI ബാങ്ക് പോലെയുള്ള ബാങ്കുകളും ബജാജ് ഫിനാൻസ് പോലെയുള്ള ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ താങ്ങി നിർത്തിയത് കൊണ്ടാണ് മാർക്കറ്റ് വലിയ തോതിൽ താഴോട്ടേക്ക് പോകാതിരുന്നത്. കാരണം ഈ സ്റ്റോക്കുകളൊക്കെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അഥവാ ഇതും നെഗറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്തതെങ്കിൽ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ക്രാഷ് ഇതിലും ഭയാനകമാകുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും നമ്മൾ പരിഗണിക്കേണ്ടത് ഇത്തരത്തിലുള്ള താരിഫ് ബാധിക്കാത്ത അല്ലെങ്കിൽ റിസഷനെ ബാധിക്കാത്ത അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ, അത്തരത്തിലുള്ള സെക്ടറുകൾ കണ്ടുപിടിക്കുകയും അത്തരം സ്റ്റോക്കുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും, നമുക്കറിയാം ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസ് സെഗ്മെൻറ്റ് ഒരു പ്രധാനപ്പെട്ട റിസഷൻ പ്രൂഫ് അല്ലെങ്കിൽ ഈ ഒരു താരിഫ് പ്രൂഫായി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. കാരണം അത് ആഭ്യന്തര മാർക്കറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസ് സെഗ്മെൻറ്റ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, RBL ബാങ്ക് ഒക്കെ പോസിറ്റീവിൽ ക്ലോസ് ആയിട്ട് കാണാം. നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ സർവീസ് കമ്പനികളിൽ ബജാജ് ഫിനാൻസ്, ചോളമണ്ഡലം ഫൈനാൻസ്, അതുപോലെ മാക്സ് ഫൈനാൻസ് സർവീസസ്, സുന്ദരം ഫൈനാൻസ് സർവീസ് പോലെയുള്ള കമ്പനികളും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തായിട്ട് കാണാം. ഇതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഡിഫെൻസീവ് സെഗ്മെൻറ്റാണ് FMCG സെഗ്മെൻറ്റ്. അപ്പോൾ അവിടെയും നമുക്ക് ചില സ്റ്റോക്കുകൾ ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇമാമി ലിമിറ്റഡ്, മാരിക്കോ, ടാറ്റ കൺസ്യൂമേഴ്സ്, കോൾഗേറ്റ് പാംലീവ്, നെസ്ലെ ഇന്ത്യ, യുണൈറ്റഡ് ബീവറേജ് ലിമിറ്റഡ്, അതുപോലെ യുണൈറ്റഡ് സ്പിരിറ്റ്സ് തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി ഫാർമ സെഗ്മെൻറ്റ് മറ്റൊരു റിസഷൻ പ്രൂഫായിട്ടുള്ള അല്ലെങ്കിൽ താരിഫിന് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഇന്നലെ ശക്തമായ മുന്നേറ്റം നടത്തിയതുകൊണ്ട് ഇന്ന് ശക്തമായ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആ സെഗ്മെൻറ്റിൽ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. കാരണം
മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഫാർമ സെഗ്മെൻറ്റിൽ ഈ താരിഫ് ഉണ്ടാവുകയില്ല എന്നൊരു വാർത്ത പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും അവിടെ വലിയ പൊസിഷൻ എടുത്തവരുണ്ടാവും, അവർ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോൾ ഇന്നും നമുക്ക് 2 ഫാർമ സ്റ്റോക്കുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ട് കാണാം. ടോറൻറ്റ് ഫാർമ, അതുപോലെ മാൻകൈൻഡ് ഫാർമ പോലെയുള്ള സ്റ്റോക്കുകൾ. അതുപോലെ ഹെൽത്ത് കെയർ സെഗ്മെൻറ്റും നമ്മൾ വളരെ എതിർച്ചു. കാരണം അതൊരു ആഭ്യന്തര മാർക്കറ്റിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സെഗ്മെൻറ്റാണ്. അവിടെയൊക്കെ മാക്സ് ഹെൽത്ത് കെയർ, അപ്പോളോ ഹോസ്പിറ്റൽ, റെയിൻബോ ചിൽഡ്രൻ മെഡിക്കെയർ, നാരായണ ഹൃദയാലയ, ലാൽ പാത്ത് ലാബ്സ് പോലെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തായിട്ട് കാണാൻ കഴിയും. ഇതേപോലെ മറ്റൊരു സെഗ്മെൻറ്റ് നമുക്ക് പോസിറ്റീവിൽ കാണുന്നത് എയർ ട്രാൻസ്പോർട്ട് മേഖലയിലാണ്. അവിടെ ഇന്റർഗ്ലോബ് ഏവിയേഷൻ ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ട് കാണും. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ അതൊക്കെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ബൈങ് ലെവലിൽ വരുമ്പോൾ വാങ്ങിക്കുക എന്നൊരു സ്ട്രാറ്റജി പിന്തുടരുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.